റവന്യൂ വകുപ്പ് ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന, ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സേവനങ്ങൾ, അതൊക്കെ റവന്യൂ വകുപ്പിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏറ്റവും വേഗത്തിൽ ആക്കാൻ, സമയബന്ധിതമായിട്ടാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യത്തിൽ റവന്യൂ മന്ത്രിയോടും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോടും പ്രത്യേകമായ നന്ദിയും അഭിനന്ദനവുമുണ്ട്. സേവനാവകാശ നിയമം നല്ല നിലയിൽ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ഗവർണൻസ് നടപ്പിലാക്കുന്ന കാര്യത്തിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വളരെയധികം മുമ്പോട്ട് വന്നിട്ടുണ്ട്. 14 ജില്ലകളും ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്, മുഴുവൻ ജില്ലകളും ഈ ഡിസ്ട്രിക്റ്റുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക സംസ്ഥാനം. നമ്മുടെ 14 ജില്ലകളും ഈ ഡിസ്ട്രിക്റ്റുകളായി മാറി. ഈ ഗവർണൻസിന്റെ കാര്യത്തിൽ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവരുത് എന്ന് ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിസ്ട്രിക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഗവർണൻസിലൂടെ സേവനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ജനറേഷൻ രംഗത്ത് നമുക്കുണ്ടായ പരാജയം സെക്കൻഡ് ജനറേഷൻ സേവനങ്ങളിൽ അതുണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയും അതിന് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു നേട്ടമുണ്ടാകുകയും ചെയ്തു. ആ കാര്യത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഹിച്ചിട്ടുള്ള പ്രത്യേകമായ പങ്ക് അതിനെ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഈ അവസരം വിനിയോഗിക്കുക.